അസ്സലാമലൈക്കും. ഡേ 2 ഇൻ വിജയ. രാവിലെ ഒരു പിസ്സ, അല്ലെങ്കിൽ ഇവിടുത്തെ കോളേജ് ചെക്കന്മാർ പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ പോശയെല്ലാം കാണുന്നത് വളരെ അപൂർവം. ഇവിടെ പക്ഷേ കുറച്ചും കൂടി കാണുന്നു. ഒരു പിസ്സ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേറെ തന്നെ ഒരു മതം പോലത്തെ ഒരു സംഭവമുണ്ട്. എത്രത്തോളം പറഞ്ഞത് എനിക്ക് വെച്ചാൽ കുറച്ചും കൂടി ചെത്തപ്പിനെക്കാട്ടി കുറച്ചും കൂടി മന്തി ഇതെല്ലാം കാണുന്നുണ്ട്. ചെമ്മീനെല്ലാം നല്ല ടൈഗർ സാധനമുണ്ട്. വേറൊരു സ്പോട്ടിലെത്തി പാലും പീച്ചും പിന്നെ സാൻഡ്വിച്ച് ട്രൈ ചെയ്യുന്നു. ഇവിടെ വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് രീതി. ബാംഗ്ലൂർ ഞാൻ ചങ്ങായി കുടിച്ച ജ്യൂസ് പീച്ചും മിൽക്കും ഓറഞ്ചൊക്കെ മിക്സ് ആയിട്ട്. അപ്പോൾ ഓറഞ്ചും മിൽക്കൊന്നും വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. സാധാരണ വേറെ ആൾക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങളെന്നൊക്കെ പറയും. വീഡിയോയിൽ കയറണമെന്ന് ആഗ്രഹം. പോകുന്ന വഴി കുടിക്കാൻ ഒരു കാപ്പിയും കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ ഡൽഹിന കഷ്കേറ്റിലേക്ക് നമ്മൾ ഇവിടുന്ന് ബസ് കയറിയിട്ടുണ്ട്. കുഞ്ഞു ബസ്സാണ്. ഇവിടുന്ന് ഏകദേശം അരമണിക്കൂർ ട്രാവലുണ്ട്. നമ്മൾ തിരിച്ച് ഇതേ ബസ് സ്റ്റേഷനിലെത്തിയിട്ടാണ്. ഇവിടുന്ന് ബസ് എടുക്കണം. എന്നിട്ട് ആ വാട്ടർഫോൾ സ്പോട്ട് അവിടുന്ന് ബസ് കിട്ടൽ കുറച്ച് ടാസ്ക്കാണ്. അവിടുന്ന് ടിക്കറ്റ് എടുക്കും. എന്നിട്ട് നേരെ ബസ്. ശരി. ഗുഡ് ബൈ വിജയ. What was the place name? Dugina. Dugina. Yeah. Dugina is a waterfall. It's good. After that we say goodbye to Vijaya. This is it. Yeah. What city is good? City is It's better city for me. Like city, but that really place. But if you go to Dubai, yeah. I forgot everything. In India, you will forget everything, even Dubai. It's hot, make you burn, and the spicy food will make you burn inside. Inside. Yeah, it's spicy. I tried the mall. Yeah, that's not a good bad. one. It's bad. Even I tried once and I will not go again. ഇതാണ് നമ്മുടെ ബസ്. മൊത്തത്തിൽ ഇവിടെ ഒരു കുഞ്ഞി ബസ്സാണ് കളിക്കൽ. 3 മണിക്കൂറത്തെ ജേണിയും ഈ ഒരു ബസ്സിലുണ്ടാകും. ഫ്രീക്കന്മാരാ മോനെ. ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഇവിടെ അങ്ങനെ ബ്ലോക്ക് കാണുന്നില്ല, പക്ഷെ ഈ ഭാഗത്ത് നല്ല ബ്ലോക്ക് ഉണ്ട്. സ്കൈ, ക്ലൈമറ്റ്, ഹിൽസ്, പിന്നെ വെറൈറ്റി കളേഴ്സുള്ള പൂക്കളൊക്കെ. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്നുള്ള അറിയില്ല.
ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ട ആ ഒരു ബീച്ച് സൂക്ഷിച്ച് നോക്കിയാൽ അങ്ങനത്തെ ഒരു കപ്പലുകൾ കാണാം. ഇവരെല്ലാം ആൾക്കാരും ആടിനെ മേയ്ക്കുന്നുണ്ടായിരുന്നു. ഗുഡ് ബൈ വിജയ. ഗുഡ് ബൈ ആയിട്ടില്ല, സ്ഥലം കൂടി കഴിഞ്ഞിട്ട് ബൈ ബൈ. അങ്ങനെ നമ്മളിതാ ബസ് വന്ന് ഏകദേശം ആ ലൊക്കേഷനിലേക്ക് എത്താനായി. ഇനിയും എത്തിയിട്ടില്ല. എൻ്റെ വീടെല്ലാം കണ്ടോ? നെക്സ്റ്റ് ലെവലാണ്. സൂചിപ്പാറ വാട്ടർഫോൾ പോലത്തെ ഒരു ഫോളിലേക്കാണ് പോകുന്നത്. ഫോട്ടോ കണ്ടിട്ട് തോന്നിയാണ്. നമ്മൾ കൊടകിലുണ്ട് ഇതുപോലത്തെ എല്ലാം മല. മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കാം. മഴ പെയ്ത കുറച്ചൊന്ന് അതിൽ നടക്കാനുണ്ട്. അത് ചെയ്താൽ പെട്ടു. ന്യൂജൻ പിള്ളേരാണ് എൻ്റെ കൂടെ ഉള്ള 19 വയസ്സ് 18 വയസ്സ്. അങ്ങനെ നമ്മളെ എത്തി. ലൊക്കേഷൻ ഇനിയും കുറച്ച് നടക്കാനുണ്ട്. ഏതോ മല മേലെ അങ്ങോട്ടേക്ക് പോകണം. ഒരു ഷാമ്പൂ ശശയോ അങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടുമോ? അങ്ങനെ ഞാനും എൻ്റെ പിള്ളേരും കൂടിയിട്ട് നമ്മള് വെള്ളവും ചിപ്സ് ഒരു തൈര് ഓരോരുത്തർക്കും ഓരോരോ ഫ്ലേവർ എടുത്ത് ഇങ്ങനെ നീങ്ങിയത്. യു സി ബനാന. പണ്ടെങ്ങാണ്ടോ ആരോ വായ വെച്ച് വളവുമിട്ട് കുറേ അങ്ങനത്തെ ഐറ്റംസ് കാണാം. ഓറഞ്ച് അല്ലേ ഇതാ? ഓറഞ്ച്? ക്യാൻ വി ടേക്ക് ദാറ്റ്? ഇത് വേറെ പ്രോപ്പർട്ടിയാ, ഫെൻസിങ് എല്ലാം ഉണ്ട്. ഒച്ച്. We call it Ochi. 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 Here we call it Bujalulu. Bujalulu. Yeah. It's a nice name, Bujalulu. What is this thing? This, let me see. Zarora. Zarura? Zarora, yes, it's something like an orange. It's small. Ah, It is good. nice. You go into city for you will try it. Because we have a lot. It's like a peach? No. No, it's small. Small orange. No small orange. The color is orange. Okay. Inside we have a lot of beet. Big beet. Black one. Black. I tried once, yeah. Oh, this. Yeah. You know, if you have one on the tree, it's haram to eat it. Yes, I know. Like I didn't see the first this fencing. Yeah. You will ask. We'll ask them and we will go inside. Yourself.
ആ പണ്ട് കൊടൈക്കനാലിൽ ഇങ്ങനത്തെ സാധനം നമുക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. അഗ്ദ അഗ്ദ സ്ട്രൈറ്റ്. Yeah, sure. I can guess. ഇടയിൽ നേരം വെളുക്കുന്നേ ഉള്ളൂ. പോയി പോകുന്നു. നടന്ന് ഏതോ ഒരു ഉൾവഴിയിൽ അങ്ങനെ ജസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഉള്ളൂ. അതിനങ്ങനെയാണ് ഓരോന്ന് വെറുതെ തപ്പി നോക്കിയാൽ മതി. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഇപ്പോൾ ഇവർക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ അല്ലാണ്ട് കാണുന്നേരം ഇത് അടിപൊളിയായിരിക്കുമല്ലോ. തന്തൂർ ഇട്ടിട്ടെ എല്ലാ മലകൾ ട്രക്ക് ചെയ്ത എന്നോടോ മല പറഞ്ഞ ഇതിലേ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ 10-ൽ 10 മാർക്ക് കൊടുക്കും. നൈസ് സ്പോട്ട്. ഇല്ല, നീന്തൽ അറിയാത്തതുകൊണ്ട് ഈ സ്പോട്ട് പിടിച്ചാൽ മതി. വേറെ ആരെയോ വീടോ അങ്ങനെ ഏതാണ്ടാറ്റാന്ന് തോന്നുന്നുണ്ട്. തൽക്കാലം സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാം. We'll keep the bags here and we will go check the other place. No? Where is Yunus? Yunus is coming. It's very good place, especially in Jersey. Yeah. People here not Taking care of it. yeah. അടുത്ത് വന്ന് നോക്കുന്നേരം കുറേ കച്ചറ ഉണ്ട്. കച്ചറ വിച്ചറ ഇപ്പോൾ എല്ലാം പഠിച്ചവനെ. ഇതിൻ്റെ മണ്ടയിൽ കയറേണ്ടി വരും തോന്നുന്നുണ്ട്. അയ്യോ, ട്രക്കിങ്ങിൻ്റെ ഷൂവേ അല്ല, മര്യാദയ്ക്ക് എ സിയിലും അങ്ങനെ ഇങ്ങനെയെല്ലാം ഇട്ട് നല്ല മൊഞ്ചായി നടക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് വാങ്ങിച്ച സാറിൻ്റെ ഷൂ മൂഞ്ചിപ്പോയി. റോസാപ്പൂക്കളുണ്ട്, എന്തൊക്കെയോ പൂക്കളുണ്ട്. It's good. I think people made something over there. Yeah, See? yeah. We're going there. We find when you come in Yeah. swimming. അപ്പോൾ ഇത് താഴെയാണ്, ഇതിൻ്റെ മണ്ടയിൽ പോകണം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളെ പനിക്കൂർക്കല്ലേ ഇത്? Not sure. You know this?
What's this? This is good for cough. No. I'm not sure. Like, let me check. I guess it's like doing mojito with this. Right? No. No, no. not This like one that. is like herbal. പനിക്കൂർക്ക പോലെ തന്നെ ബാക്കിൽ ചൊറിയെല്ലാം പോലെ ഉണ്ട്, ചെറിയൊരു സ്മെല്ലും ഉണ്ട്. വെറുതെ കഴിച്ചു നോക്കിയിട്ട് തട്ടിപ്പോകാൻ കഴിയില്ല. കണക്ക് വരാൻ തന്നെ 10-14 മണിക്കൂറായി. പടമായി കഴിഞ്ഞാൽ എത്ര മണിക്കൂറാവുമെന്നൊന്നും അറിയില്ല. ഓക്കെ, ഇവിടെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ലൈഫ് എന്നല്ലേ. കുറേ മെനക്കെട്ടിട്ട് ഇങ്ങനെ സെൽഫെല്ലാം എത്തുന്നവരില്ലേ, അതിൻ്റെ ഒരു പീസ് എടുക്കണം തന്നെ ചെയ്യണം. വെറുതെ എപ്പാടും ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോകും. ഞാൻ ട്രാവൽ ചെയ്ത് അത്രയും സ്ഥലത്ത് കുറച്ച് സമയം ഒന്ന് നിൽക്കാൻ പറ്റുന്നൊരു കോലത്തിലുള്ളൊരു എങ്ങനെയെങ്കിലായിട്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടേ ഞാൻ സ്ഥലങ്ങൾ കാണലുള്ളൂ. അല്ലാണ്ട് സ്ഥലം ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യൽ തന്നെ വലിയ ചടങ്ങാണ്. ഇതിപ്പോൾ എടുക്കുന്നത് തന്നെ എന്തെങ്കിലെല്ലാം ചെയ്യേണ്ടതെന്ന് ആൾക്കാർ കുറേ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, ഇതായിക്കൂടെ, അതായിക്കൂടെ. നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യുന്ന ആണെങ്കിൽ നമുക്ക് വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് വേറെ പണി, ഇത് പണി എല്ലാം വരുന്നേരം ആകെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി. വായ കണ്ടേരം ഒരു സുഖം. മണ്ടമ്പയം പോലത്തെ പഴം. പണ്ട് വേങ്ങാട് നമ്മളെ ഇപ്പോൾ ഉള്ള സമയത്ത് ഇതുപോലത്തെ ഒരു മരം ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര എക്സ്പെൻസീവ്. മിക്സാണ്, മിക്സ് ഫ്ലവർ. ആരോ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ എന്തോ അടങ്ങാറായ പോലത്തെ സീനാണ് എൻ്റെ ഷെർലക് ഹോംസ് കണ്ണുകളിലൂടെ കാണുന്നത്. മ്യൂസിക്കെല്ലാം ഇട്ട് കളി തുടങ്ങി. What happened, Yunus? Photo? Okay, you see the music? You listen when you're drinking. very good. It's Bijaya. Yeah. Bijaya people do that. അൾജീരിയയിൽ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇവിടെ വരും, അന്നേരം വെക്കുന്ന പാട്ടതെന്ന് പറഞ്ഞു. സോ സാഡ്. ഇതിൻ്റെ അകത്തൊന്ന് മുങ്ങി കിടക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിൻ്റെ മേലേൽ പോകാനാണ് അറിയുന്നത്. ഇതൊന്നും മടങ്ങിയാണ്. അയ്യോ, കാന്തൂരെല്ലാം വലിച്ച് ഊരേണ്ടി വരും. നൈസ് സ്പോട്ട് കേട്ടോ, നല്ല ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം. കുറേ വൈൽഡ് സാധനങ്ങൾ കാണിച്ചു തന്നുണ്ട്. ഒന്ന് തൊട്ട് തിന്നേക്കല്ലേ പറഞ്ഞു. ഇനിയും കുറച്ച് കുന്ന് കയറാനുണ്ട്.
Zip line? Yeah. Ah. Only till there. Yeah. It's for the kids maybe. ആ കുറച്ച് ദൂരമുണ്ട്, അവിടെ വരെ എത്തും. സിപ്പ് ലൈൻ അതിൻ്റെ മണ്ടയെന്ന് താഴെ വരെ എത്തുന്നാണെങ്കിൽ പൊളിച്ചേനെ. ഒരു കബേലിൻ്റെ സൈനാണ് ഈ കാണുന്നത്. അവരതിൽ തന്നെ വ്യത്യാസം, കുറേ സിമ്പിൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പോലത്തെ ഒരു എഴുത്താണ്. ഇതൊക്കെയാണ് ആ സിമ്പിൾസ്. സമ്മറിൽ ഇത് ഫുൾ ഓപ്പൺ ആയിരിക്കും. Yeah. ഒരു വെറൈറ്റി ബഹൂറിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. അപ്പോൾ വീട് ഓപ്പൺ ആണ്. ഒരു ട്രഡീഷണൽ ഡ്രസ്സ്. Wow. Sugar. Mascara. What is this? Just color? Oh, it's called for eyes. Mascara. Black, green, and blue. How much? How much this? Black, black, black. Black. مع تاع هذاك. شوف لنا. Okay, we'll see. Welcome back. തേനെല്ലാം ഉണ്ട്, തേന് ജ്യൂസ്, മുട്ട. شنو راح البارده الولايه دي فيها راهم مشيت براسلي مثلا. لازم എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം എന്നുണ്ട്, പക്ഷെ ആ സാധനം വെച്ചിട്ട് ഞാൻ തന്നെ വള്ളി മലയാക്കും. ഒരു ഗണ്ണെടുത്താലോ? മോനെ നമ്മളെ സ്പോട്ടിലേക്ക് എത്തുന്നു. മയിലല്ലതാ ഏറ്റവും മോനെ പാറ. ഒരു രക്ഷയില്ല, സീന് ഫോണൊക്കെ കയ്യിൽ നിന്ന് പറന്നു പോകുന്നുള്ള സീനിലുള്ള കുളിക്കാൻ പറ്റുമെന്നുള്ള സംശയം. എല്ലായിടത്തും കുളിച്ച പോലെയായി. കുറച്ച് സമയം എന്നുള്ളത്, കുറേ സമയം മഴ കൊണ്ട പോലത്തെ സീനായി.
നോക്കട്ടെ. ഇത് കബയിൽ ഡ്രസ്സും ഇതൊക്കെയാണ് ഇവിടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന സാധനം. മോനെ എന്ത് സെക്സിയാന്നറിയത്. ഓ വിഷയം, എന്ത് ഗാംഭീര്യം നോക്കിയേ. സോറി ലാംഗ്വേജ്. സ്ഥലം ഇതൊന്നല്ല, ഇതിന്റെ മുകളിൽ വേറൊരാളുണ്ട്. ഡീറ്റെയിലും കൊടുത്തിട്ട് പോയിട്ട് തന്നെ. പക്ഷെ അത് ഇടുന്ന ഒരു സീനറി എടുക്കണം. അപ്പോൾ ആദ്യം പോയ സ്ഥലത്ത് എന്തായാലും കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ കുറച്ച് ഡേഞ്ചറാന്ന് പറഞ്ഞു, കല്ലെല്ലാം തെറിക്കുമ്പോൾ. ആ ഒരു ഫോഴ്സിലാണ് വെള്ളം ചാടുന്നത്. जग जाए जग समुंदर है. ഇത് നോക്കിയാട്ടെ, അല്ല എപ്പം പൊട്ടി വീഴുന്നുള്ള സീനിലല്ല. ഇവിടെ സാധനം വെക്കുക, അങ്ങോട്ടേക്ക് ഇറങ്ങാന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സ്പോട്ടിലേക്ക് എത്തി. ചെറുതായിട്ടൊന്ന് കുളിച്ചിട്ടില്ല. കുളിച്ചപ്പോഴത്തേക്ക് ഒരു ഫൈൻ ഇരുന്നതാണ്. നമ്മൾ ഫാമിലി നെയിം പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ തട്ടാൻ കണ്ട് ചേക്കിനാൻ കണ്ടില്ല. വാട്ട് വാസ് യുവർ ഫാമിലി നെയിം? ഭുവനേഷ്. ജിന്ന. സോറി ജന്ന. In our place, Bhuvanesh, it's a name. Yeah. What does that mean? Where? Bhuvanesh. Yeah, your family name have any meaning? No. Your family name have paradise. No, Paradise. It's a place. Okay. Call it Jinan. Jinan. Yeah. Bhuvanesh. ഏതോ കാലത്ത് കയറിയ ഒരു നല്ല ശീലമാണ്. പ്ലാസ്റ്റിക് കേടിയും കളയാൻ പാടില്ല ഗൈസ്. വെറുതെ ഒരു ശീലാക്കിയാൽ മതി.
കുറേ ബ്ലഡി ഫൂൾസ് ഇട്ടിട്ട് നല്ല സ്ഥലം കൊളാക്കി. അല്ലാതെ കുറച്ച് മെനക്കേടേ ഉള്ളൂ. ഇതാ വേസ്റ്റ് എടുത്ത് അവിടെ വെക്കുക. വേസ്റ്റ് വെക്കുന്ന خلاص هنا ഉപ്പാടിളകി. എന്നാലും മയിലിനെല്ലാം വെച്ചിട്ട് ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിന് ഈ ഡ്രസ്സൊന്നും നമ്മൾ ആരും ഇടൂല. പക്ഷെ നല്ല രസമുണ്ട്, കളർഫുള്ളാണ്. ഈ കണ്ണേറ് തട്ടാണ്ടിക്കാൻ ഇറ്റ്സ് ഫോർ ദ ഈവിൾ ഐ, റൈറ്റ്? ഈവിൾ ഐ നസർ? നോ, ഹുംസ ഹാൻഡ്. ആ സെയിം സെയിം. എനിക്ക് ഇതിൻ്റെ വേറൊരു കഥ ഞാൻ കേട്ടണം. ഈ ഒരു സാധനം ഇപ്പോൾ കൈൻ്റെ ഈ വര ഉണ്ടല്ലോ, ഇത് സ്ട്രെയിറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇതുപോലെയാണെങ്കിൽ ആ കൈ വെച്ചിട്ട് ഇവരെന്തല്ലോ കൂടത്രപ്പണി ചെയ്യും. അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. ഏതൊരു പെണ്ണിൻ്റെ കൈ അറുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആളെ ഞാൻ ചിലപ്പോൾ കാണിച്ചു തരാൻ പറ്റും, അറിയില്ല, ഷുവറില്ല. ഒരു വീട്ടിൻ്റെ അടുത്തായിട്ടുള്ള ഒരാളാണെന്നാണ് പറഞ്ഞത്. ഇത് പേളാണ്, ഒറിജിനലാണ്. ഈ വിജയ എന്ന് പറയുന്ന സ്ഥലം പേളിന് വെരി ഫേമസ്. അപ്പോൾ അങ്ങനത്തെ ഹൊറർ സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ മലയിറക്കുകയാണ്. ദൂരെ കാണുമെന്ന് എനിക്കറിയില്ല. ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എടിയോ ഉണ്ട്, അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ബസ് കയറി ഇവിടുന്ന് ഒരു കറാട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ സെറ്റപ്പിലേക്ക് ബസ്. ഈ തുരങ്കം എന്ന് പറയുന്നത് എത്രയോ സ്ഥാനമുള്ള തുരങ്കാണെന്നാണ് എത്ര ഇതിനാലും അത്രയും സമയം എടുക്കാൻ
പറഞ്ഞൊരു സാധനം പുറത്തേക്ക് എണ്ണിയ ദൂരമാണ്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ശ്വാസം കഴിക്കാനായിരിക്കും പിന്നെയും കയറി. അങ്ങനെ നീണ്ട 2-3 മണിക്കൂർ ട്രാവലിന് ശേഷം നമ്മള് വീട്ടിലെത്താനായി. രണ്ട് മണിക്കൂർ ഒരു ടൈം. ഇത്രയും വിശാലമായിട്ടുള്ള പച്ചനിരപ്പും അപ്പുറം ഇപ്പുറമെല്ലാം ഇഷ്ടംപോലെ മലകളും സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ്. കാണുന്നുണ്ട് പൂക്കളാണ്. കുഞ്ഞിപ്പൂക്കൾ വയലറ്റും യെല്ലോ. അങ്ങനെ കയ്യിന് ഫോൺ ഓഫ് ആവാൻ The army, Muslim army, he was very powerful. They couldn't help him. So one army crossed the sea, Gibraltar, and they called this. His prince is Jabal. Jabal is a mountain. Jabal means mountain, yeah. Jabal Attar. Attar is the prince's name. When he invaded Spain, he gave the name Jabal Attar. Jabal Attar. Now it's Jabal Attar. And he held that tribe for 10 years. That king over there, they became very powerful. So then the Muslim, when they finished the settled there. So Spain, south side, south of Spain. whole lot of Muslims. Yes, and they tried to buy it. Because they got to go down and they started to invade. They took all Andalusia. Andalusia. Yeah. It's all, if you go there, it's only country over there. Even they and they mixed with the population, and they married between each other. And they stayed in the 7th century. And even after the Muslim birth, they invade France. Because after the Spain, it's Portugal. And the north France, they went even until in the middle of France, part of France. And after, of course, the Christian, they find this Islam became very dangerous. They say we have to unify ourselves to stop the invasion of Islam. If not, we Christian go. So they blocked the Muslim and they pushed them back to Indonesia, and they stayed there for 7 years. And after, of course, they lose again,
So they eat al-hamra. I don't know if you know about Granada, Sevilla. It's also everything. Culture, food, everything. It's like you are in an Arab country. Well, Arab. They're all even scared. In India also right now it's happening something like they are scared like Muslim invasion may be taken over, so they are scared of something like that, so they are themselves taking the democratic ideologies into Hindu ideologies as a majority, so that they can showcase it as a Hindu country, not as a democratic country. But India, how India was made, it's like made by Muslim, made by Hindus, made by Christians. We all were together in it. Of course, India is India. It's not Muslim is a religion. It's bad. They bring some culture, some but he's a Hindu. He's Hindu. You can't say no. Yeah, you know what I mean. Yes. Even we admire views. We admire religion and the inside. I am the origin Hindu, but I became Muslim. It's different. You have to understand that. Nothing wrong with that. Exactly. But no. If you are Muslim, you are Arab. No, I'm not Arab. No. I am the origin maybe Hindu, but I became Muslim. But they can't understand that the Europeans when they might mix. They meet even Iranian from Iran, Persian used to be Persia, and they speak Farsi. And you tell him, I am Muslim. Oh, you Muslim? Look, you are Arab. What the heck you talking about? I'm not bloody Arab. I am Persian. Like Arab don't hold anything for it's the like Islamic that. They country. tell you, are you a Muslim? No, you are Arab. No, I'm not an Arab. I'm from India. What a big deal. That's lack of culture. Understanding, you know what I mean? Even the European, they do that mistake today. Like it's supposed to be different. it's supposed to be the religion, supposed to be something which we can't take it from or put it into someone. They need to understand from themselves. And then, I mean, even the Prophet Allah Islam is said for everybody. It's a religion. Nothing the origin. It's not your Arab belong to the Arab. The only thing they have, the Quran when it came in language of Arabic. That's it. And he was born in Mecca, which is occupied by the Bedouin of Arabia. That's it. That's it. The rest, Islam belongs to anybody on earth. And nobody has the right to say, oh, you are not a good Muslim, you are not an Arab. That itself makes him a bad Muslim because we can't judge any other person. Like you will love our place definitely. Oh, no. I'm sure. It's a beautiful place everywhere. But the south of India, it's very good. If I go to India, that's what I prefer to do, to go to south. You can see Christian mosque here, Muslim mosque here, temple here, all together. Do their practice, nothing wrong. Do the flower on the Hindu thing, that's fine. Practice and do it. For curiosity, for my culture, but to understand. Yes, exactly. Now, inside you, what you believe, that's your problem. Exactly. I don't mind. You believe in the statue, that's good for you. I believe in something else, it's my problem. But people, they're just so ignorant, so prejudiced. And that's what makes the world really dangerous. Something which we don't want to copy. Yeah.